പി.ജി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ ഹോട്ടൽ ജീവനക്കാർ പരാതിക്കാരനെയും മർദ്ദിച്ചു. പാലക്കാട് വണ്ടാഴി സ്വദേശിയായ ദിനേശ്, സഹോദരപുത്രൻ ജിനീഷ് എന്നിവരെ ഹോട്ടൽ ജീവനക്കാർ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ദിനേശൻ പറഞ്ഞ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. നേരത്തെ ഔസേപ്പ് പറഞ്ഞത് പോലീസ് വരും, അതുവരെ ഒന്ന് അവിടെ ഹോൾഡ് ചെയ്യാൻ, ദിനേശിനെ ഹോൾഡ് ചെയ്യാൻ പോലീസുകാർ പറഞ്ഞു എന്നാണ്. പക്ഷേ ഇത് ഹോൾഡ് ചെയ്യുകയൊന്നുമല്ല, കൃത്യമായി കയ്യേറ്റം ചെയ്യുക തന്നെയാണ്. തീർച്ചയായും, അതായത് ഈ സംഭവത്തിൽ നേരത്തെ തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. അതായത് ഈ ഹോട്ടലിൽ വെച്ച് ബിരിയാണിയുമായി ബന്ധപ്പെട്ട തർക്കം, ആ തർക്കം പിന്നീട് ഈ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു ഈ ദിനേശൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങി ഈ അവിടെ ഉണ്ടായിരുന്ന തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം ഒരാൾ ഹോട്ടലിൽ നിന്ന് ബിരിയാണി മുഴുവൻ കഴിച്ചു, മറ്റേത് പകുതി കഴിച്ചത് അവിടെ നിന്ന് പാഴ്സലായി വാങ്ങുകയും ചെയ്തു. ആ വാങ്ങിയതിന് ശേഷം പുറത്തിറങ്ങി എന്ന് അതുവരേക്കാണ് ഔസേപ്പ് പറഞ്ഞത് കൃത്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഉണ്ടായിരുന്നത് പുറത്ത് അവരെ തടഞ്ഞു നിർത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതിൽ ഉന്തും തള്ളും കാണുന്നുണ്ട്, അതിൽ മർദ്ദനത്തിൻ്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതിന് മുൻപും ശേഷവും ഒക്കെ തന്നെയുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കൃത്യമായില്ല. ഹോട്ടലിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അക്കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ രണ്ട്, ദിനേശിനും അതുപോലെ തന്നെ ദിനേശിൻ്റെ കൂടെയുള്ള വ്യക്തിയും, അവരെ രണ്ടുപേരെയും ഈ ഹോട്ടലിലെ ഹോട്ടലിലെ ജീവനക്കാരനായ ഈ പോലീസ് സ്റ്റേഷനിലകത്ത് SI മർദ്ദിച്ച വ്യക്തിയും അതുപോലെ തന്നെ രണ്ടാമതും മറ്റൊരു ആളും. ഈ ഹോട്ടലിന് പുറത്ത് വെച്ച ബിരിയാണി, ആ പാഴ്സലാക്കിയ ബിരിയാണി വായിൽ കുത്തിക്കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ദിനേശന്റെ വാദം. പക്ഷേ ഈ ബിരിയാണി കുത്തിക്കയറ്റുന്നതൊന്നും ദൃശ്യങ്ങളിൽ ഇല്ല തോന്നുന്നു. തീർച്ചയായും അതൊന്നും തന്നെ ഇല്ല. ഈ പുറത്ത് വെച്ചൊരു തർക്കം നടന്നിട്ടുണ്ട്. ഈ ഹോട്ടൽ ജീവനക്കാരും ഈ ദിനേശനും തമ്മിൽ വലിയ തർക്കം നടന്നിട്ടുണ്ട്. അവിടെ ഒന്നും തള്ളും ഉണ്ടായിട്ടുണ്ട്, മർദ്ദനം നടന്നിട്ടുണ്ട് എന്നുള്ളത് സാധൂകരിക്കുന്ന തെളിവുകൾ മാത്രമാണ്. അതല്ലാതെ ദിനേശൻ മർദ്ദിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ലിഷോയ്. നേരത്തെ ഔസേപ്പിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഔസേപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരാണ് പോലീസിനെ ആദ്യം വിളിച്ചത്. അപ്പൊ പോലീസ് ഒരു 150 മീറ്റർ അകലെയാണ് പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് പോലീസുകാർക്കൊന്ന് വരാനുള്ള സമയം, ആ സമയം വരെ ദിനേശൻ അവിടെ നിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഔസേപ്പ് പറഞ്ഞിരുന്നു, ആ 2 പേർ ഈ പറയുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ആദ്യം CCTV-യിൽ നമ്മൾ കാണുന്ന റോണിയും അതോടൊപ്പം തന്നെ ഡ്രൈവറും ഈ ദിനേശിനെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണോ ഇത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് അങ്ങനെ ഈ ഹോട്ടലിനകത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഈ ദൃശ്യങ്ങളാണ് ഇത്. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഔസേപ്പും പറഞ്ഞിരുന്നു, അതായത് ഈ ഹോട്ടലിനകത്ത് വെച്ച് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവർ ആ ഭക്ഷണപ്പൊതിയുമായി പുറത്തേക്ക് വരികയായിരുന്നു. പക്ഷേ പുറത്ത് വെച്ച് ഉണ്ടായ തർക്കമുണ്ടായി എന്നുള്ളത് ഔസേപ്പും സമ്മതിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. ഈ പി.ജി പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ ബാരിക്കേഡുകളൊക്കെ തന്നെ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റൊരു വഴിയിലൂടെ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ ദൃശ്യങ്ങൾ വെച്ച് ഇപ്പോഴും നമുക്ക് ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളമെന്ന് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നതല്ല ഈ ദൃശ്യങ്ങൾ. കാരണം ദിനേശൻ പറഞ്ഞ കാര്യങ്ങൾ
കാര്യങ്ങളെയും വേണമെങ്കിൽ ആ രീതിയിലും വ്യാഖ്യാനിക്കാം. അതല്ല ഔസേപ്പ് പറയുന്ന കാര്യങ്ങൾ രീതിയിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ്. ഇതിൽ വ്യക്തത വരേണ്ടത് ഇപ്പൊ മർദ്ദിച്ചോ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്നതായി കാണുന്നില്ല, പക്ഷേ തടഞ്ഞു വെക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. അത് പോലീസുകാർ വരുന്നതുവരെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം അങ്ങനെയാണ് ഒരു നിർദ്ദേശം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വന്നത്. ആ തടഞ്ഞു വെക്കാനുള്ള ശ്രമം ആണ് ഇപ്പോൾ ആ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് വേണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യാഖ്യാനിക്കാം.